കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. തിരുവനന്തപുരം വിതുര ആശുപത്രിക്ക് മുന്നിലായിരുന്നു സമരം. വിതുര സ്വദേശി ബിനു ആണ് മരിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഉമേഷ്, ഈ കോൺഗ്രസിന്റെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്നാണോ ആദിവാസി യുവാവിന്റെ ദാരുണാന്ത്യത്തിന് വഴിവെച്ച സംഭവം? എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്? പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടോ? ബിനുവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ സമരക്കാരാണോ? തീർച്ചയായും ജിക്ക് അങ്ങനെ പ്രാഥമികമായി തന്നെ പറയാം. കാരണം ബിനു വിതുര സ്വദേശിയാണ്. വിതുര സ്വദേശിയായ ബിനു കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അതേ തുടർന്ന് വിതുര ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഈ ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഈ ആംബുലൻസ് തടഞ്ഞ് ഏകദേശം 20 മിനിറ്റോളം ഇവിടെ തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. ഈ ആശുപത്രിയുടെ ശോചിയാവസ്ഥ, ആംബുലൻസിന്റെ ശോചിയാവസ്ഥ എന്നിവയെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം. പക്ഷേ 20 മിനിറ്റ് ഈ ആംബുലൻസ് ഡ്രൈവറാവട്ടെ, ഈ ബിനുവിനൊപ്പം ഉണ്ടായിരുന്ന ബന്ധു ആവട്ടെ, അവരെല്ലാം ഈ ഇതിൽ കിടക്കുന്ന രോഗിയുടെ ബുദ്ധിമുട്ട്, രോഗിയുടെ സീരിയസ് അവസ്ഥ എന്നെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ 20 മിനിറ്റോളം ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. 20 മിനിറ്റോളം ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കാനുണ്ടായത്. അതിനുശേഷം ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. എന്തായാലും സമരങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. സമരങ്ങൾ ജനാധിപത്യപരമായി നടത്തുന്നതിന് നമ്മളെതിരല്ല. പക്ഷേ ഇത്തരത്തിൽ ആംബുലൻസ് തടഞ്ഞുകൊണ്ടൊരു അപരിഷ്കൃത സമരം എന്ന് തന്നെ വിളിക്കാം. അതിന്റെ ഈ ആംബുലൻസിനകത്തൊരു രോഗിയുണ്ട്, അടിയന്തരമായി പോവുകയാണ്. ഇതൊക്കെ സമരക്കാരെ അറിയിച്ചില്ലേ? എന്നിട്ടും അവർ അതിന് കൂട്ടാക്കാതെ ആ ആംബുലൻസ് തടഞ്ഞിട്ടു. അങ്ങനെയാണോ സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെയാണ്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന ബിനുവിന്റെ ബന്ധു വിമലുമായി നമ്മൾ സംസാരിച്ചു. വിമൽ ഈ ആംബുലൻസിലുണ്ടായിരുന്നു, രോഗിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ആംബുലൻസ് തടഞ്ഞിട്ട് ആംബുലൻസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമരം നടത്തുകയും സമരം നടത്തി ആ ഫോട്ടോ എടുത്ത് അത് കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതായത് തങ്ങൾ വലിയൊരു സമരം നടത്തി ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്തായാലും മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും സമരത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു. ബിനു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ചില വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അതേ തുടർന്നായിരുന്നു ഏറ്റവും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയായ വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഏറ്റവും ഗോൾഡൻ അവറാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക്. അത് ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആശുപത്രിയിൽ എത്തുന്നതിന് എത്ര അകലെ വെച്ചാണ് ഈ ആംബുലൻസ് തടഞ്ഞത്? അതായത് പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. എത്ര അകലെ വെച്ചാണ്? ജിക്ക് എങ്ങനെയാണ്? അതായത് ഇവിടെ വിതുര താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം ബിനുവിനെ എത്തിക്കുന്നു. ബിനുവിനെ എത്തിച്ച ശേഷം ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകാൻ, അതായത് ഇവിടെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ബിനുവിനെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇവിടെ സമരം നടക്കുന്നത്. ഈ രീതിയിലായിരുന്നു സമരം. അതായത് ഇവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകി കഴിഞ്ഞു ബിനുവിന്. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് ഇവിടെ നിന്ന് തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പോയത്. ആ കൊണ്ടുപോകാൻ നേരമാണ്, അതായത് പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞ് അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടുന്ന് ബിനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായത്. അങ്ങനെയാണ് ഈ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇവിടുന്ന് പുറപ്പെട്ട് തൊട്ട് പിന്നാലെയാണ് ഇവിടെ തൊട്ട് മുന്നിൽ വെച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത്. മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ പ്രതിഷേധം. ആ ഫോട്ടോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോയിൽ തന്നെ ആ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം നിൽക്കുന്നുണ്ട്. അതിൽ മണ്ഡലം പ്രസിഡന്റും നിൽപ്പുണ്ട്. മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിൽ തന്നെയാണ് ഈ സമരം നടന്നത്. ആശുപത്രിയുടെ ശോച്യാവസ്ഥയെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരമെല്ലാം നടത്തിയത്. EM നസീർ എന്ന മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഈ സമരം നടത്തിയത്. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു ആദിവാസി യുവാവിന്റെ മരണമാണ്. ഈ ആശുപത്രിയിൽ സംബന്ധിച്ചിടത്തോളം, ഈ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ടതാണ്. ഞങ്ങൾ ബന്ധുവിനോട് സംസാരിക്കുമ്പോൾ ഏകദേശം 20 മിനിറ്റോളമാണ് ഈ ആംബുലൻസ് ഇവിടെ തടഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഈ ആംബുലൻസിൽ ഈ ഡ്രൈവർ ഉണ്ടായിരുന്നു, ബിനുവിന്റെ ബന്ധുക്കളുണ്ടായിരുന്നു. ബിനുവിന്റെ ബന്ധു വിമൽ ഇക്കാര്യം ഈ സമരക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് സമരക്കാർ ഉൾക്കൊണ്ടില്ല. ഏകദേശം 20 മിനിറ്റോളം ഈ ആംബുലൻസ് തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു എന്നാണ് ഇപ്പോൾ പരാതി. എന്തായാലും വിതുര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. വിതുര പോലീസ് ആശുപത്രി സൂപ്രണ്ടും പരാതി നൽകിയിട്ടുണ്ട്. ജിക്കെ.